ഓം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവം ആത്മബുദ്ധിപ്രകാശം മുമുഷൂർവൈ ശരണമഹം പ്രപദ്യേ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ. സുഹൃതികളിൽ സുഹൃതികളാണ് നമ്മളൊക്കെ. കാരണം സുഹൃതം എന്ന വാക്കിൻ്റെ അർത്ഥം സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളെയാണ് സുഹൃതികളെന്ന് സ്വാമി ഉദിത് ചൈതന്യജി നമ്മെ പഠിപ്പിക്കുന്നു. എത്ര കറക്റ്റാണ് ഈ സംസ്കൃതി. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ ഇത് പഠിപ്പിച്ചു. ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലെ കുട്ടികളെയും ഉദയനാപുരം വേദപാഠശാലയിലെ കുട്ടികളെയും ഞാൻ എൻ്റെ മഠത്തിലുള്ള വേദപാഠശാലയിലെ കുട്ടികളെയും ഈ സനാതനമായ വൈദിക സംസ്കൃതി പഠിപ്പിക്കുന്നു. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഭഗവത്ഗീത എന്ന നാമധേയത്തിന് കൂട്ടത്തിൽ വാലായി സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹമാണ് എൻ്റെ സദ്ഗുരുദേവ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള കളവന്മാരോടും കളവികളോടും അല്ല ഇതൊന്നും പറയേണ്ടത്. കുഞ്ഞുങ്ങളെ, വരും തലമുറയെ, നമ്മളെ മക്കളെ എന്തിന് ഊർജ്ജസ്വലമാക്കി വിശ്വപൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ അവരെ നമ്മളിത് പഠിപ്പിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഒന്നുമില്ല, നമ്മളിത് പഠിക്കണം. നമ്മളിത് പഠിച്ചാൽ മാത്രം മതി. ഇപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയുടെ ചന്ദനത്തിരി കെടുത്താൻ പറഞ്ഞു. അവിടുന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലെ കുട്ടികൾക്ക് 4 വേദങ്ങളും പുഷ്പം പോലെ ആ കുട്ടികൾ ചൊല്ലും. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വേദപാഠശാലയിലെ കുട്ടികൾ 4 വേദവും ചൊല്ലും. എൻ്റെ മഠത്തിലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ 4 വേദവും അവർ ചൊല്ലും. ജാതിയില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രനില്ല, ബ്രാഹ്മണനില്ല, എല്ലാ കുട്ടികളെയും ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴത്ത് പോയിട്ട് വൈക്കത്ത് അഷ്ടമി, ഉദയനാപുരത്ത് തൃക്കാർത്തിക മുതലായിരിക്കുന്നതൊക്കെ സുഹൃതം ഭാഗവത യജ്ഞം എറണാകുളത്ത് അവിടെയൊക്കെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഈ വേദങ്ങൾ ചൊല്ലുന്നു കാണും. ഇതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു സൂത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ മന്ത്രങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് അച്ഛനോടും അമ്മയോടും പറയും, നിങ്ങളിത് കേട്ടിട്ട് അങ്ങോട്ട് ചൊല്ലിയാൽ മാത്രം മതി ഒച്ചത്തിൽ. എപ്പോഴും നിങ്ങളിത് ചൊല്ലുമ്പോൾ മക്കളിത് കേട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കളുടെ സർവകലാശാല നമ്മുടെ കുടുംബമാണ്. നമ്മുടെ മക്കളുടെ സർവകലാശാല നമ്മുടെ കുടുംബമാണ്. നമ്മളെ മക്കൾ പഠിക്കുന്നത്, കാണുന്നതും കേൾക്കുന്നതും നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്നതാണ്. കാരണം ഞാനിതെന്താ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. സംശയത്തിൻ്റെ കരിനിഴലിൽ ക്യാമറ കണ്ണിലൂടെയാണ് ലോകം മുഴുവൻ. സോഷ്യൽ മീഡിയകളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അൾട്രാ മോഡേൺ സയൻസും അൾട്രാ മോഡേൺ ടെക്നോളജിയിലും
വികസന കുതിപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സനാതനധർമ്മം. കാരണം സനാതനധർമ്മത്തിന് മാത്രമേ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെഞ്ചു തൊട്ട് ഞാൻ പറയുകയാണ്. കാരണം ഈ സനാതനധർമ്മത്തിൽ, ഈ വൈദിക സംസ്കൃതിയിൽ ഈ ഒരു നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു മധുരതരമാണ് ജീവിതം. കാരണം സയൻസിൻ്റെ പിൻബലം, പ്രാക്ടിക്കൽ വിസ്ഡത്തിൻ്റെ ശക്തി. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയൊക്കെ നമ്മളിത് സ്ഥിരമായിട്ട് എല്ലുന്നുണ്ട്. നമ്മൾ കുട്ടികളും അതൊക്കെ ചെയ്തോളും, നമ്മളെ ഭർത്താവും ചെയ്തോളും, നമ്മളെ ഭാര്യയും ചെയ്തോളും. ആ കൈ നോക്കി ഒന്ന് ചിരിക്കുക. ആദ്യം ഇത്രയേ വേണ്ടു, കൈ നോക്കി ഒന്ന് ചിരിക്കുക. ഈ ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നോക്കണം. ഭർത്താവിനോട് പറയണം, ഞാൻ ഇന്നപോലെ ചിരിക്കുന്നുണ്ട്. മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യാരുടെ മകൻ യൂട്യൂബ് ചാനൽ വഴി പറയുന്നത് കൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. തലേ ദിവസമേ പറയണം. അല്ലെങ്കിൽ ഇതുവല്ല പ്രാന്ത് ഇളകി വെച്ച് കൈയോടുകൂടി പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതൊന്നും അബദ്ധം പറ്റരുത്. കൈ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി. എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണുകളും നാച്ചുറലാണ്. ഹാപ്പി ഹോർമോൺ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മസിൽ ഒന്ന് വലിഞ്ഞു പിടിക്കുന്നതുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് ഓപ്പൺ ആവും. അതിനുശേഷം കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഇത് നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ കർമ്മങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന മന്ത്രമാണ്. ഇതിന് ശേഷം നമ്മൾ ആ പൂജാമുറിയുടെ അവിടെ പോയിട്ട് സ്ത്രീകളാകുമ്പോൾ കുമ്പിടുക, പുരുഷന്മാരാകുമ്പോൾ സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം ചെയ്യുക. എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മറുപടി പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അതുപോലെ ചെയ്യും. എർത്തിങ് ആണിത്. എന്താണ്? എർത്തിങ് ആണിത്. ഇതിനെ ഗ്രൗണ്ടിങ് എന്ന് പറയും. ഇതിനെ ഈ ഉറക്കത്തിലും തലേ ദിവസം മുഴുവനും നമ്മൾ 100,000 ചിന്തകൾ മുഴുവൻ പോകുന്നത് എന്താണ്? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രിക്കൽ വൈദ്യുതിയാണ് ഇതിനകത്ത് മുഴുവൻ പോകുന്നത്. നമ്മൾ ഹാർട്ടിന് മുഴുവൻ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി. അത് ഡിസോർഡറായിട്ടാണ്, BP ഡിസോർഡറായിട്ടാണുള്ളത്. അപ്പോൾ അഡീഷനുള്ളതും ബ്രെയിനകത്ത് അടിഞ്ഞു കൂടുന്നത് മുഴുവൻ ഈ സ്ത്രീകൾ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ തലകുത്തി അവർ ഭൂമിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് എർത്തായി പോവുകയാണിത്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഭാഗവതം ദശമത്തിലെ 82-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ഒരു ശ്ലോകം അവിടെ ചുമരിൽ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവണം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപികമാർ പറയുന്നതാണ്. ആരോടാണ്? നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമിൽ സ്വന്തമായിട്ട് 2 ഭാര്യയും സ്വന്തമായിട്ട് 1 ഭാര്യയും 2 കുട്ടികളും സ്വന്തമായിട്ടൊരു ഭർത്താവും കുട്ടികളൊക്കെയല്ല കുടുംബമാണ് നമ്മൾ. അങ്ങനെയുള്ള 16,008 കുടുംബം, 16,008 ഭാര്യമാരെ മാനേജ് ചെയ്ത മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് കൃഷ്ണൻ. അപ്പോൾ മഹാഗൃഹസ്ഥനായ കൃഷ്ണനോട് ഗോപികമാർ പറയുന്നതാണ്, ഞങ്ങളുടെ കുടുംബജീവിതം സുദൃഢമാക്കി തരണമേ, നമ്മുടെ കുടുംബജീവിതം മധുരതരമാക്കണമേ, നമ്മുടെ കുടുംബജീവിതവും ശാന്തിയും സമാധാനവും ഉണ്ടാവണേ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവണേ, നമ്മളെ കുടുംബം കൂടുമ്പോഴിമ്പമുള്ള ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും തമ്മിൽ ഐക്യമുണ്ടാകണമേ. ഇത് ബെഗ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതിന് പ്രാക്ടിക്കൽ വിസ്ഡം വേണം, പ്രവൃത്തി വേണം. അതിനാണ് ഈ മന്ത്രം. യോഗേശ്വരോ ഹൃദി വിജിം ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം, ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യ മഖാദബോധൈ സംസാരകൂപ പതിതോത്തരണാവലംബം ഗേഹം ജുഷാമഭി മനസ്യുദീയദാ സദാ. സംസാരകൂപ പതിതോത്തരണാവലംബം. ഹേ കൃഷ്ണ, അവിടുത്തെ പാദങ്ങൾ ഞങ്ങൾ ഭജിക്കുന്നു. സംസാരകൂപം, സംസാരമാകുന്ന കൂപമാകുന്ന പൊട്ടക്കിണറിൽ ഞങ്ങൾ വീണിരിക്കുകയാണ്. അതിനകത്ത് പതിച്ച് തകർന്ന് തരിപ്പണമായി നശിക്കാതിരിക്കാൻ ഏകാവലംബമാണ്. ഫയർഫോഴ്സിനേക്കാൾ വലിയ ഫോഴ്സാണ് കൃഷ്ണൻ. ഗേഹം ജുഷാമപ്പി. അതിനെന്ത് വേണം? കൃഷ്ണൻ മനസ്സുദീയതാ സദാ, മനസ്സിലെപ്പോഴും ഉദിക്കണം.
ഇങ്ങനെ ഈ ഗോപികമാർ കൃഷ്ണനോട് പറയുന്ന കണക്കിനെ നമ്മളമ്മമാർ കൃഷ്ണനോട് പറയണം, നമ്മൾ അച്ഛന്മാർ കൃഷ്ണനോട് പറയണം, നമ്മൾ കൃഷ്ണനോട് പറയണം. അപ്പം നമ്മളിത് ചൊല്ലി പഠിക്കുമ്പോൾ നമ്മൾ മക്കൾ കേട്ട് സ്ഥിരമായിട്ട് കേട്ട് അവർ പഠിച്ചോളും. അപ്പോൾ അവർ നാളെ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു കുടുംബ ജീവിതത്തിലോട്ട് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോഴോ ഇതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വിരിയുകയായി സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വലിയ സാമ്രാജ്യം. ഇനി നമ്മൾ മക്കളെയൊക്കെ കൂട്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് അങ്ങോട്ട് ചൊല്ലണം. ഏത് ക്ഷേത്രത്തിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും നമുക്ക് ആ തിരുനടയിൽ ചൊല്ലാം. എന്ത്? ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്തമഖാദബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുദീയദാ സദാ. എൻ്റെ ബോധത്തിൽ എൻ്റെ ചിന്തകൾ ആ ശ്രീലകത്ത് വസിക്കണതായ ഭഗവാനെ കടന്നുകൂടി നിലനിൽക്കണമേ, ബോധമായി ഊർജ്ജസ്വലമായി മാറണമേ. ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇത് ചൊല്ലാം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയകൾ നമ്മൾ തകർക്കാതിരിക്കാൻ, സോഷ്യൽ മീഡിയകൾ നമ്മളെ തകർക്കാതിരിക്കാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, മനസ്സിന് ആരോഗ്യവും ശരീരത്തിന് ആരോഗ്യവും കൂടി നല്ലൊരു ജീവിതത്തിന് നമ്മൾ ദിവസേന രാവിലെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും. ഇനി സബ്ജക്റ്റ് ഞാൻ പറയുന്നത്, ഗുരുവായൂരപ്പൻ നമ്മളോട് പറയുന്നു. ഞാനിതിടെ കഴിഞ്ഞ മാസം പോയപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു അരമണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞു, ഞാനിത് നിങ്ങളോട് പറയുന്നു, എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ കുട്ടികളെ വളർത്തണം. ഞാനിത് ഗുരുവായൂരപ്പനോട് ചോദിച്ചു. ഗുരുവായൂരപ്പനോട് ഈ ട്രിക്ക് മനസ്സിലാക്കി ഞാനിത് വേദപാഠശാലയിലെ കുട്ടികളോട് പറയുന്നു, അവരുടെ അച്ഛനും അമ്മയോടും പറയുന്നു, നിങ്ങളോട് പറയുന്നു, എല്ലാ കുട്ടികളോടും എല്ലാവരോടും പറയുന്നു. ഗുരുവായൂരപ്പൻ ആ ട്രേഡ് സീക്രട്ട് എനിക്ക് പറഞ്ഞു തന്നു. എല്ലാത്തിലും A+ കിട്ടാനുള്ള സൂത്രമാണിത്. മറ്റൊന്നുമല്ല, ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ എന്താണ്? ജന്മം ധന്യമാക്കിയെടുക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം. 5-ാമത്തെ ശ്ലോകം എന്താണ്? ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ഉദ്ധരേതാത്മനാത്മാനം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ മകൾക്കുള്ളത് അവൾ തന്നെ കഴിക്കണം, മകനുള്ളത് അവൻ തന്നെ കഴിക്കണം, ഭാര്യക്കുള്ളത് അവൾ തന്നെ കഴിക്കണം, അച്ഛനുള്ളത് അച്ഛൻ തന്നെ കഴിക്കണം, അമ്മയ്ക്കുള്ളത് അമ്മ തന്നെ കഴിക്കണം. ഇതുപോലെ സ്വയം ഉയരണം, സ്വയം വളരണം, സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മശക്തി വർദ്ധിക്കാൻ, ഉള്ളിലുള്ള കഴിവുകൾ പുറത്തോട്ട് വരിക. അപ്പോൾ അറിവും കഴിവും സെൽഫ് കോൺഫിഡൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അല്ല, മറിച്ച് അവനവനുള്ളിലുള്ള ആത്മശക്തിയാണ്. ഈ ആത്മശക്തി വികസിപ്പിക്കാനാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഉദ്ധരേത് ആത്മനാത്മാനം. എന്നിട്ട് കൃഷ്ണൻ പറയുന്നു, നിന്റെ നെഗറ്റീവ് തോട്ടുകളാണ് നിന്റെ ശത്രു. ആത്മൈവ രിപുരാത്മനാ ആത്മനോ ബന്ധു. നിന്റെ ബന്ധു നീ തന്നെയാണ്. നിന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചിന്തകളാണ്. മക്കളെ, എന്ത് രസമായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. എത്ര പ്രാക്ടിക്കൽ വിസ്ഡമാണ്. അപ്പം നമ്മളെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം. അപ്പം നമ്മളിത് പഠിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മക്കളെ ഈ രീതിയിൽ പഠിപ്പിക്കണം. അപ്പോൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, ഇതാണ് കൃഷ്ണൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ സ്വയം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിൻ്റെ കൂട്ടത്തിൽ സ്മാർട്ട് വർക്കായിരിക്കണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നത് നമ്മൾ ഒരു കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു ജീവിതം. അപ്പോൾ മൈൻഡ് ബാലൻസ് ചെയ്ത് മുന്നോട്ട്. ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കുന്ന ആധുനിക സമൂഹം
ഈ ഈ ഈ ഈ ഡിപ്രഷൻ ഇല്ലാത്തൊരു ജീവിതത്തിന് എന്ത് വേണം? മൈൻഡ് ബാലൻസ് വേണം. ഇതിന് നമ്മൾ എല്ലാം മക്കൾ ഇഷ്ടമുള്ളതൊക്കെ പഠിക്കട്ടെ. അവർ MBBS ആണിച്ചാൽ അത് പഠിക്കട്ടെ, എഞ്ചിനീയറിംഗ് ആണിച്ചാൽ അത് പഠിക്കട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണിച്ചാൽ അത് പഠിക്കട്ടെ, അഗ്രികൾച്ചർ ആണിച്ചാൽ അത് പഠിക്കട്ടെ, അല്ല എയറോനോട്ടിക് എഞ്ചിനീയർ വെച്ചാൽ അത് പഠിക്കട്ടെ. ഈ കൂട്ടത്തിൽ ഈ ഭാഗവതവും ഭഗവത്ഗീതയും കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഭാഗവതവും ഭഗവത്ഗീതയും കൂടെ പഠിപ്പിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ വേദവും പഠിപ്പിക്കണം. എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ അസന്നിഗ്ധമായിട്ട് കൃത്യമായിട്ടും പറയുന്നു, നമ്മളെ മക്കൾക്ക് ഇത് കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുടുംബത്തിൽ ചെയ്യണം. കാരണം അത്ര മനോഹരമാണ്, അത്ര കൃത്യമായിട്ട് പറയുന്നു. എന്ത്? നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കണം. ഏത് വ്യക്തിയായാലും ശരി, ഏത് സെലിബ്രിറ്റി, ഏത് സിനിമാ നടനായാലും, ഏത് രാഷ്ട്രീയക്കാരായാലും, ഏത് മന്ത്രിയായാലും, ഏത് സയൻറ്റിസ്റ്റ് ആയാലും, എത്ര ഉന്നതനായാലും ശരി, ഇവരൊക്കെ ഡിപ്രഷനിലാണ്, ആത്മഹത്യയുടെ വക്കിലാണ്. സ്ട്രെസ്സിനകത്തും സ്ട്രെയിനകത്തും മുങ്ങിക്കുളിച്ച് സ്ട്രെസ്സും സ്ട്രെയിനും കാരണം പാൻക്രിയാസം പോയി, ഷുഗറും വർദ്ധിച്ച്, സ്ട്രെസ്സും സ്ട്രെയിനും വർദ്ധിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ള നല്ല ബാക്ടീരിയകൾ ചത്തുപോകുന്നു, വയറ്റിൽ അസുഖം വരുന്നു, കഴിക്കുന്ന ഗുളിക മരുന്ന് പോലും ദഹനം നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പരമശാന്തമായ സന്തോഷമായ ജീവിതത്തിന് ഈ കുട്ടികളെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ വളരാൻ വേണ്ടിയിട്ട് 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും LKG പഠിക്കുന്ന കുട്ടിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ മൈൻഡ് ബാലൻസ്ഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എത്ര വലിയ ആൾക്കാരും ആയിക്കോട്ടെ, ഡിപ്രഷനിൽ വീണ് മുങ്ങിക്കുളിച്ച് തകർന്ന് തരിപ്പണമായി ആത്മഹത്യ ചെയ്യാതിരിക്കാനാണ് കൃഷ്ണൻ ഇവിടെ ഈ അതിമനോഹരമായ ഒരു ജീവിത സുഗന്ധമന്ത്രമായിട്ട് 8-ാമത്തെ ശ്ലോകം വരുന്നു. ശരണമയ്യപ്പ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂഢസ്ഥോ വിചിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മകാഞ്ചന. സമലോഷ്ഠ ആസ്മകാഞ്ചന. ഇത്രയേ ഉള്ളൂ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. ഇവിടെ ശ്രദ്ധിക്കണം, വിദ്യ. എന്താ വിദ്യ? സാ വിദ്യ വിമുച്യതേ. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, കാരണം പ്രശ്നത്തിൻ്റെ നടുക്കാണല്ലോ നമ്മുടെ ജീവിതം. കുടുംബ പ്രശ്നം, ഭാര്യ ഒരു പ്രശ്നം, ഭർത്താവ് ഒരു പ്രശ്നം, ലൈംഗിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, പിന്നെ അയൽവക്കങ്ങളുടെ പ്രശ്നം, പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം, പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ജീവിതം. അപ്പം അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വിദ്യയാണ് പരാവിദ്യയും അപരാവിദ്യയും. ഈ പരാവിദ്യയാണ് ജ്ഞാനം, അപരാവിദ്യയാണ് വിജ്ഞാനം. അപ്പം ജ്ഞാനം എന്താണ് നമ്മൾ പഠിക്കണം? അവനവൻ്റെ ജീവിത വിജയത്തിന് വേണ്ടുന്ന അറിവുകളാണ് എന്ത്? പരാവിദ്യ, ജ്ഞാനം, അറിവ്. ഉദാഹരണം ഇപ്പോൾ എങ്ങനെയാണ് തെങ്ങ് വെക്കേണ്ടത്, എന്തൊക്കെയാണ് തെങ്ങിന് വളരേണ്ടത്, ഇങ്ങനെയൊക്കെ അതിന് വെള്ളമൊഴിക്കണം. അപ്പോൾ അറിവതാണ്. നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടണം. കൃഷി, അതുപോലെ തന്നെ കുക്കിങ്, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം, എങ്ങനെ അവിയലുണ്ടാക്കണം, എങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കണം. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ആദ്യം ഒരു 2 ലിറ്റർ പാലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ആ പാല് തിളപ്പിച്ച് 2 ലിറ്റർ ഉള്ളത് 1 ലിറ്ററാക്കി മാറ്റിയെടുക്കണം. ഇതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? അടയിടാൻ പാടുള്ളൂ. എന്തുണ്ട്? അതിനകത്തെ വാട്ടർ മുഴുവൻ അങ്ങോട്ട് വേപ്പറായി പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ഈ അട വേവുന്ന സമയത്ത് ഇതിനകത്തോട്ട് എന്താ കയറുക? ഈ പാലിൻ്റെ കണ്ടൻസ് ആയിരിക്കും. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കയറും. അപ്പോൾ ഈ അടക്ക് വെള്ള ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എന്തുണ്ടാവും? പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് വെന്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ശരണമയ്യപ്പ, അമ്പലപ്പുഴ പാൽപ്പായസം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇത് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഡ്രൈവിങ് നമ്മൾ പഠിക്കണം. അതാണ് ജ്ഞാനം. ഇതാണ് ജ്ഞാനം. അപ്പോൾ അക്കാഡമിക്കായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ജ്ഞാനം. അത് എന്താണ്? അത് ജോബായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരും. അപ്പോൾ കലാരംഗത്തുള്ള നമ്മളെ അറിവുകളെല്ലാം തന്നെ ജ്ഞാനമാണ്. കായിക രംഗത്ത് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ വേണം. പക്ഷേ ഇവയൊന്നും നമുക്ക് എന്ത് കിട്ടില്ല? തൃപ്തിയുണ്ടാവില്ല. ഇവയൊന്നും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭജഗോവിന്ദത്തിൽ ശ്രീശങ്കര ഭഗവത്പാദർ പറയും, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുർഗന്ധ കരണേ. നിന്റെ ഈ കണക്കൂട്ടലുകളുണ്ടല്ല, അങ്ങനെ +2 അങ്ങനെ പഠിച്ചങ്ങനെ പാസ്സാവുക, അതിനുശേഷം എൻട്രൻസ് എഴുതുക, എന്നിട്ട് MBBS പഠിച്ച് പാസ്സാവുക, എന്നിട്ടൊരു ഡോക്ടറാവുക, എന്നിട്ടൊരു കല്യാണം കഴിക്കുക, എന്നിട്ടൊരു ഹോസ്പിറ്റലാവുക, ഇങ്ങനെ കണക്കുകൂട്ടലുകളുണ്ടല്ലോ. എന്നിട്ടോ ഒന്നുമില്ലാണ്ടോ ജ്ഞാനപാനയിൽ നമ്മൾ പൂന്താനം പറഞ്ഞ പോലെ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അപ്പം സംപ്രാപ്തി ഓർമ്മ വേണം. നീ എന്ത് ചെയ്യുമ്പോഴും സംപ്രാപ്തേ സന്നിഹിതേ കാല് ICU യൂണിറ്റിൽ കിടക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് നമുക്ക് കണക്കുകൾ തീർക്കാം. അപ്പോൾ ഇപ്പം ഭഗവാനെ ICU എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടില്ല, IC എന്ന് പറഞ്ഞ് കണ്ടില്ല എങ്കിൽ പിന്നെ ഭഗവാനെ കാണൽ എപ്പോഴായിരിക്കും? ICUയിലായിരിക്കും. അപ്പോൾ ഡിപ്രഷൻ വരാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡിപ്രഷൻ? ശ്രദ്ധിക്കൂ, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനത്തിൽ, ഈ പരാവിദ്യയിൽ നമുക്ക് എന്ത് കിട്ടില്ല? തൃപ്തി കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്നൊക്കെ എന്താ സമ്മാനം കിട്ടുക? ദുഃഖവും ഡിപ്രഷനും. അത് കിട്ടില്ല, അത് കുറവായി, ഇത് കിട്ടില്ല, മാർക്ക് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടില്ല, ജോലി ഞാൻ ഉദ്ദേശിച്ച ജോലി ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, എൻട്രൻസിൽ എനിക്ക് ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ല. അപ്പോൾ ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റും. ഇതിനകത്തൊക്കെ തെറ്റ് കിട്ടുമ്പോൾ കൃഷി ഞാൻ ഇറക്കി, നെല്ലിറക്കി, മഴ കൂടുതലായി, എല്ലാം ചീഞ്ഞൊരുകിപ്പോയി, ഏത്തവാഴ 1800 എണ്ണം വെച്ചു, അത് കൊലക്കാനാവുമ്പോൾ കാറ്റ് വന്നു ഒക്കെ പൊട്ടി ഇതൊക്കെ നമ്മൾ ഡിപ്രഷനിലേക്കും ദുഃഖത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കും. അപ്പോൾ ഈ ഡിപ്രഷൻ ആണ് എല്ലാ വിദ്യകളും നമുക്ക് സമ്മാനിക്കുന്നത്. എല്ലാ ജ്ഞാനവും നമുക്ക് എന്താണ് സമ്മാനിക്കുന്നത്? ഡിപ്രഷൻ. ഇനി ശ്രദ്ധിക്കണം, ഈ ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റാണ് വിജ്ഞാനം. എന്താണ് ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റ്? അപ്പോൾ ഇതറിയാവുന്ന കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായമാണ്. ഡിപ്രഷൻ്റെ മലയാളം എന്താണ്? വിഷാദം. അർജുന വിഷാദം എന്തായി? യോഗ മാറ്റിയെടുക്കണം, ഭഗവാനുമായിട്ട് യോജിക്കണം. അപ്പോൾ ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റ്, ദി ഓപ്പോസിറ്റ് ഓഫ് ദി ഡിപ്രഷൻ ഈസ് നോട്ട് ഹാപ്പിനെസ്. ഡിപ്രഷൻ്റെ വിഷാദം, ദുഃഖം, അതിൻ്റെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ്, സന്തോഷമല്ല. ദി ഓപ്പോസിറ്റ് ഓഫ് ഡിപ്രഷൻ ഈസ് നോട്ട് ഹാപ്പിനെസ്, ഇറ്റ് ഈസ് വൈറ്റാലിറ്റി. എന്താണ്? ഇറ്റ് ഈസ് വൈറ്റാലിറ്റി. ഇവിടെയാണ് ഡിപ്രഷൻ എന്ന മഹാരോഗത്തിനുള്ള വൈദ്യനാഥനായ ഭഗവാനായ കൃഷ്ണൻ നമുക്ക് നൽകിയ ഭഗവത്ഗീതയുടെ പ്രസക്തി. ഇറ്റ് ഈസ് വൈറ്റാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തോണ്ടി നോക്കണം. ഗൂഗിൾ കുമാർ ചേട്ടൻ പറയും സമ്പൂർണ്ണ ചൈതന്യം. അപ്പോൾ ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കാതിരിക്കാൻ നമ്മൾ സമ്പൂർണ്ണ ചൈതന്യമായി ഉയരണം. മക്കളെ ഉയരണം. തളരരുത് മക്കളെ, തളരരുത്. ഇതിന് ഈ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കണം. എന്നിട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എനർജറ്റിക്കലാകണം. ഡിപ്രഷനിൽ നമ്മൾ എന്താവണം? വൈറ്റാലിറ്റിയിലേക്ക് പോകണം. എനർജറ്റിക്കലായി മാറണം, ഊർജ്ജസ്വലമായി മാറണം. അപ്പോൾ മനക്കരുത്ത് നേടുകയാണ് സമ്പൂർണ്ണ ചൈതന്യം. മനോബലം നേടുകയാണ് സമ്പൂർണ്ണ ചൈതന്യം. ഇതാണ് വിജ്ഞാനം. അല്ല, സത്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് മനസ്സിലാക്കണ്ടേ? നമ്മളൊക്കെ ഈ ശക്തി സംഭരിക്കണ്ടേ?
ഈ ശക്തിയുടെ റിസർവോയറുകളായി മാറണം നമ്മുടെ മക്കൾ. ഏതിൻ്റെ? ഈ ഡിപ്രഷൻ്റെ എഗേൻസ്റ്റായിട്ട് ജ്ഞാനത്തിനും വിജ്ഞാനത്തിനകത്തോട്ട് മനക്കരുത്തുള്ള ഊർജ്ജസ്വലമായ സമ്പൂർണ്ണ ചൈതന്യം. മനുഷ്യജീവിതം സമ്പൂർണതയിലേക്കുള്ള പ്രയാണമാണ്. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ആ സമ്പൂർണതയിലേക്കുള്ള ഉയർച്ചയാണ് ജീവിതം. അപ്പോഴോ തൃപ്തി, ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, ഇവിടെയാണ് തൃപ്തി. അപ്പോൾ ഇതറിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും ജനിച്ചത് 3 കിലോ ആണ്, ഇപ്പോൾ 60 കിലോ ആയി. ഇതിൽ കൂടുതൽ എന്താ സംതൃപ്തി വേണ്ടത്? ഈ കണ്ണുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നു, ഇതിനേക്കാൾ എന്താ സംതൃപ്തി ഉള്ളത്? ഈ ചെവി കൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നു, ഇതിനേക്കാൾ എന്താ തൃപ്തി വേണ്ടത്? ഈ നാക്കുകൊണ്ട് ഇതൊക്കെ പറയാൻ സാധിക്കുന്നു, ഇതിനേക്കാൾ എന്താ തൃപ്തി വേണ്ടത്? സ്വന്തമായിട്ട് 2 ഭാര്യ, ഒരു ഭാര്യയുണ്ട്, ഇതിനേക്കാൾ എന്താ തൃപ്തി വേണ്ടത്? എൻ്റെ അച്ഛൻ ശബരിമല മേശാന്തിയാണ്, ആ അച്ഛൻ്റെ മകനായി ജനിക്കാൻ പറ്റി, ഇതിനേക്കാൾ എന്താ സംതൃപ്തി വേണ്ടത്? എൻ്റെ ആദ്യ ഗുരുവായ എൻ്റെ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എനിക്ക് കുടിക്കാൻ സാധിക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ആ അമ്മിഞ്ഞപ്പാൽ സക്ക് ചെയ്ത് വലിച്ചെടുത്ത് കുട്ടിക്കുക. അതിൻ്റെ അറിവും കഴിവും ബോധവും എനിക്കുണ്ടായി. ഇതിനേക്കാൾ എനിക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ഭാര്യയിലൊരു സംതൃപ്തി കിട്ടും, നമ്മുടെ മക്കളിലൊരു സംതൃപ്തി കിട്ടും, നമ്മുടെ ജോബിലൊരു സംതൃപ്തി കിട്ടും, നമ്മുടെ ഈ ഷേപ്പിലൊരു സംതൃപ്തി കിട്ടും. ഇതിനകത്ത് 4 താടി രോമം കരിഞ്ഞിട്ടുണ്ടെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു സംതൃപ്തി കിട്ടും, കിട്ടുന്ന ശമ്പളത്തിലൊരു സംതൃപ്തി കിട്ടും. അപ്പോൾ നിത്യതൃപ്തോ നിരാശ്രയ, എല്ലാത്തിലും സംതൃപ്തിയുള്ള വ്യക്തി, എല്ലാത്തിലും സംതൃപ്തിയുള്ള നമ്മുടെ ഭാര്യ, എത്ര സ്വപ്നമാണിത്! എല്ലാത്തിലും സംതൃപ്തിയുള്ള നമ്മുടെ ഭർത്താവ്, ഓ അടിപൊളി. അപ്പം എല്ലാത്തിലും നമ്മുടെ മക്കളിൽ നമുക്കൊരു തൃപ്തി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശന, ജീവിതം സംഗീതമായി എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത്. കുചേലൻ പറയുകയാണ്, അയം ഹി പരമോലാഭ, എനിക്കെല്ലാം ജീവിതത്തിൽ ലാഭമാണ്. ഉത്തമ ശ്ലോകദർശന, എനിക്ക് സംഗീതമായി മാറുകയാണ്. നിത്യതൃപ്തോ നിരാശ്രയോ. അപ്പോൾ ഇനി ഭഗവാൻ ഈ സംതൃപ്ത സതതം യോഗി, ഈ സംതൃപ്തി ലഭിക്കുന്നവനാണ് എന്ത് പറയുന്നത്? യോഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, ഈ വിജ്ഞാനമാകുന്ന ഒരു ചെരുപ്പ് നമ്മൾ ധരിച്ചാൽ മതി. ഈ വിജ്ഞാനമാകുന്ന ഒരു പാദരക്ഷ നമ്മൾ ധരിക്കണം. അപ്പോൾ വിജ്ഞാനമാകുന്ന ഒരു റെയിൻകോട്ട് നമ്മൾ ധരിക്കണം. അപ്പോൾ വിജ്ഞാനമാകുന്ന ഒരു കവചം നമ്മൾ ധരിക്കണം. അപ്പോൾ വിജ്ഞാനമാകുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ് കാറ് നമ്മൾ മേടിക്കണം. ആ വിജ്ഞാനമാകുന്ന ബുള്ളറ്റ് പ്രൂഫ് കാറാണ് ഭഗവത്ഗീത. വിജ്ഞാനമാകുന്ന ഒരു ഫ്ലൈറ്റ് സ്വന്തമായിട്ട് മേടിക്കണം. എന്നാൽ നമുക്ക് ആകാശത്തിലൂടെ പറന്ന് നടക്കാം. ഈ ഫ്ലൈറ്റാണ് ഭാഗവതം. ഇത് നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എങ്കിൽ ജീവിതം ആകാശത്ത് പറന്ന് 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 നമ്മളെ മക്കളിങ്ങനെ സംതൃപ്തിയിൽ, സമ്പൂർണ്ണ സംതൃപ്തിയിൽ, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ നിർബന്ധമായി ജ്ഞാനം വേണം, എല്ലാം വേണം. ഒപ്പം വിജ്ഞാനപ്രദമായ ഈ ജീവിത എൻസൈക്ലോപീഡിയയായ ഭഗവത്ഗീതയുടെ അറിവോടുകൂടി അവർ ജീവിക്കുമ്പോഴോ, ശ്രദ്ധിക്കൂ, ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ. എന്താണ് ഈ കൂടസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊല്ലൻ്റെ വലയിൽ പോയി അവരെല്ലാ പാത്രങ്ങളും അടിച്ചടിച്ച് എല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയ ഇരുമ്പിൻ്റെ സാധനം, അതിൻ്റെ പേരാ കൂടസ്ഥൻ. ഇതുപോലെ തകരാത്ത ഒരു വ്യക്തിത്വമായി മാറും നമ്മുടെ മക്കളെ. അവർ സമൂഹത്തിൽ ഈ ഭഗവത്ഗീത കക്ഷത്തിൽ വെച്ച് നടന്ന ഒരു ചേട്ടനുണ്ട്, മൊട്ട ഒരു മീശയും വെച്ചിട്ട് ഒരു വടിയെടുത്തിട്ട് നടക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പിതാവിൻ്റെ പിതാവായ, നമ്മുടെ രാഷ്ട്രപിതാവായ, നമ്മുടെ സർവാദരണീയമായ, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൻ്റെ, നമ്മുടെ മുതുമുത്തശ്ശന്മാരുടെ പോലും റോൾ മോഡലായ
സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനുടമയായ ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ച ഗാന്ധിജി ഭഗവത്ഗീത കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ജീവിതയാത്ര നടത്തിയത്. അവിടെയാണ് ജ്ഞാന തൃപ്താത്മാ കൂടസ്ഥനായി ഉയർന്നു വരുന്നു ആകാശത്തോളം. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുണ്ടായിരുന്നു. എന്താ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങയുടെ ആഗ്രഹം? അതെ, നടക്കൂല, എന്നാലും പറയൂ എന്താണ് ആഗ്രഹം? ഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥവുമായിട്ട് നടന്ന ഒരു അർദ്ധനഗ്നനായ ഫക്കീർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗാന്ധിജി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കണം എന്താണ് എന്ന ആഗ്രഹം. എന്താണ് അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് വിജ്ഞാനം. ഈ വിജ്ഞാനമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത എന്ന വിജ്ഞാനത്തിൽ ഇൻസ്പിരേഷൻ കൊണ്ടിട്ട് വിശ്വഗുരുവായി ലോകത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കിയ വ്യക്തിയുടെ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ജീവിക്കുന്നതാണ് നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി. ഇതാണ് ഈ ഭഗവത്ഗീതയുടെ ശക്തി. നമുക്കറിയാം, എറണാകുളത്ത് ഞങ്ങളൊരു ഫംഗ്ഷൻ നടത്തിയിരുന്നു ചിന്മയ മിഷൻ്റെ. അതിന് ഇൻവിറ്റേഷൻ കൊണ്ടുവന്നിട്ട് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ദിവസേന ഭഗവത്ഗീത വായിച്ച് പഠിച്ച് ഇംപ്ലിമെൻ്റ് ISRO ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ സാറ് ഭഗവത്ഗീത എന്ന ഇതിലൂടെയാണ്. നമുക്കറിയാം സോമനാഥ് സാറ് ഇപ്പം ഭഗവത്ഗീത പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം ശ്രീധർജി മെട്രോമാൻ ഭഗവത്ഗീത പാലക്കാട് സ്വന്തമായിട്ടൊരു ക്ഷേത്രവും അവിടെ സപ്താഹവും ഒക്കെ നടത്തുന്ന ഭഗവത്ഗീതയായിട്ടാണ്. അപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ കഴിഞ്ഞ മാസം കുറേ കാലം ഈ ആകാശത്ത് പോയിട്ട് അവിടെ ഒരു 250 ദിവസത്തോളം താമസിച്ച് തിരിച്ചു വന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് യൂട്യൂബിനോട് അടിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അറിയും, സുനിത വില്യംസ്. ആ ചേച്ചി 3 സാധനങ്ങളെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്താ 3 സാധനങ്ങൾ? 1 ഭഗവത്ഗീത, 2 ഒരു ഗണപതിയുടെ വിഗ്രഹം, 3 കുറച്ച് സമോസ, ഇന്ത്യൻ സമോസ. ഇത് സമോസ തിന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് സമോസയും മനസ്സിൻ്റെ വിജ്ഞാന തൃപ്താത്മാ. ഈ ഒരു സമോസയിൽ തൃപ്തി കണ്ട് എല്ലാത്തിലും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവത്ഗീത പഠിക്കുന്നു, വിജ്ഞാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിവിശേഷാഗ്രാഹ്യത ഇതി വിഗ്രഹം. കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും എല്ലാത്തിനും സംതൃപ്തി കിട്ടാനായിക്കൊണ്ട് ഒരു ഗണപതിയുടെ വിഗ്രഹവും. കൊള്ളാലോ തിരുമേനി, നമുക്ക് ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങണം ഭഗവത്ഗീത. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മകളിപ്പോൾ ഒരു 10-300 ശ്ലോകങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു. ഒരു 10-15 വേദസൂക്തങ്ങൾ ചൊല്ലും. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എൻ്റെ മകളും മകനും ചൊല്ലും. രുദ്രവും ചമകവും എൻ്റെ മകളും മകനും ചൊല്ലും. എൻ്റെ ഭാര്യയും ഭാഗവതം ഒരുവിധം ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. എവിടെ ഞാനിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ചെയ്യുന്നത്. അല്ല, ഞാൻ തെറിയ പറയിച്ച് അവരത് കേട്ട് പഠിക്കും. ഞാൻ മുസ്ലിം ടെററിസാ പറയുന്നെങ്കിൽ അവരത് കേട്ട് പഠിക്കും. അല്ല, ഞാൻ കുരിശ് കൃഷിയാ പറയുന്നെങ്കിൽ അവരത് പഠിക്കും. ഇതുകൊണ്ട് നമ്മൾ സ്വയം ഉദ്ധരേതാത്മനാത്മ, നമ്മൾ സ്വയം നന്നാവണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കണം, നമ്മൾ ഭാഗവതം പഠിക്കണം. എന്നിട്ട് നമ്മൾ കുടുംബത്തിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും? വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ, ഏറ്റവും ഉയർന്ന് വിജിതേന്ദ്രിയനായി മാറും. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള അറിവും കഴിവും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന നമ്മളെ മക്കൾക്കോ അവർക്കും ഈ അറിവും കഴിവും ഉണ്ടാവും. അപ്പോഴോ വിജിതേന്ദ്രിയ, അപ്പോൾ ഇന്ദ്രിയങ്ങൾ, കണ്ണ് കാഴ്ചയുടെ പിറകെ പോകും, ചെവി ശബ്ദത്തിൻ്റെ പിറകെ പോകും, ശരീരം സ്പർശനത്തിൻ്റെ പിറകെ പോകും, വായിലെ നാക്ക് രുചിയുടെ പിറകെ ശവക്കുഴിയിലേക്ക് കുഴിച്ചിടേണ്ട കുഴിമന്തിയുടെയും ജംഗിൾ ഫുഡിൻ്റെയും രസം കുടുംബത്തിലുള്ള രസത്തിൻ്റെ പിറകെ അല്ല പോകുക. പിന്നെ അച്ഛന് ലഹരിയില്ല, അമ്മ എന്ന ലഹരിയോടൊപ്പം പോകേണ്ട മക്കൾ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിറകെ പോകില്ല, വിജിതേന്ദ്രിയന്മാരായിരിക്കും. ഈ സംസ്കാരത്തെ നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യവും മയക്കുമരുന്നുമില്ലാത്തൊരു സമൂഹം, ഹണി ട്രാപ്പിൽ പെടാത്ത ഒരു സമൂഹം, ജങ്ക് ഫുഡ് കഴിച്ച് ജീവിച്ചിരിക്കുന്ന ശവങ്ങളാവാത്ത ഒരു സമൂഹം, അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് വളരുന്ന ഒരു മക്കളെ
ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പം ജീവിത വിജയികളുടെ ഒരു കുടുംബമായി മാറും. ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിച്ച് ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്ര യുക്ത ഇത്യുച്യതേ യോഗി. അസന്നിഗ്ധമായി ഭഗവാൻ പറയുന്നു, യോഗികളുടെ ആശ്രമമായി മാറും ആ കുടുംബം. ജീവിച്ചിരിക്കുന്ന കൃഷ്ണനായി നമുക്ക് ഉയരാം. അപ്പോൾ ശ്രദ്ധിക്കണം, സമലോഷ്ടാത്മകാന്ത. ഇവൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ല എങ്കിലും, സ്വർണമാണെങ്കിലും മണ്ണായാലും മണ്ണാങ്കട്ടയായാലും കരിക്കട്ടയായാലും എന്തായാലും ഒരുപോലെ, എന്ത് ഭക്ഷണം കിട്ടിയാലും സന്തോഷം, എന്തായാലും സന്തോഷം, എങ്ങനെയായാലും സന്തോഷം. അപ്പോൾ ഈ ആധുനിക മനുഷ്യൻ മനുഷ്യ മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലോട്ട് നമ്മളെ മക്കൾ വളരും. മനുഷ്യത്വത്തിൽ നിന്നും ദേവത്വത്തിലോട്ട് അവർ ഉയരും. മനുഷ്യദേവന്മാരായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ഈ ധർമ്മശാസ്ത്രം അവരെ പഠിപ്പിക്കണം. അപ്പോൾ നരനിൽ നിന്നും നാരായണനായി അവർ വളരുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമമൊക്കെ അവർ രാവിലെ നമ്മളിങ്ങനെ ചൊല്ലിയാൽ മതി, അവർ പഠിച്ചോളും. ജനുർ നാരായണോ നരൻ മാനവരാശിക്ക് നാരായണനായി വളർന്നുയരാനുള്ള ഒരു സാഹചര്യമാണ് വിഷ്ണു സഹസ്രനാമത്തിലൂടെ. അപ്പോൾ നമ്മളൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, വൈകുന്നേരം ലളിതാ സഹസ്രനാമം ചൊല്ലണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഈ ധർമ്മശാസ്ത്രങ്ങൾ ഈ രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മളെ മക്കളെയും വരും തലമുറയെയും പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കുടുംബം, അതിനേക്കാൾ നല്ല ഏറ്റവും നല്ലൊരു പൗരന്മാർ, ആ പൗരന്മാർ വിശ്വപൗരന്മാരായി വളർന്നു വരും. കൂടുമ്പോൾ ഇമ്പമുള്ള സന്തോഷ സംതൃപ്ത കുടുംബം. അങ്ങനെ വ്യക്തികൾ കൂടുന്ന കുടുംബം, കുടുംബങ്ങൾ കൂടുന്ന സമൂഹം, സമൂഹങ്ങൾ കൂടുന്ന രാഷ്ട്രം, രാഷ്ട്രങ്ങൾ കൂടുന്ന മാനവരാശി. അങ്ങനെ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യപ്രദമായൊരു ജീവിതം. അതിന് എല്ലാവരും ശ്രീമദ് ഭഗവത്ഗീത എന്ന ജീവിത സുഗന്ധ എൻസൈക്ലോപീഡിയ പഠിക്കണം. അതിന് ഈ ചാനലിൻ്റെ ഇതിന് മുന്നേയുള്ള വരാൻ പോകുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് അതിനകത്ത് എഴുതുകയും മറ്റുള്ളവർക്കും കൂടെ ഒരു ഉയരാനും ഒരു വളരാനും ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പ അനുഗ്രഹമാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം. സ്വാമീ ശരണമയ്യപ്പ.